നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഭരണഘടനാ വിരുദ്ധ പരാമർശമാണ്. അന്ന് പോലീസ് സജി ചെറിയാനെ വെള്ളപൂശിയുള്ളൊരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തെങ്കിലും ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ജനങ്ങളെ കൊള്ളയടിക്കാൻ സഹായിക്കുന്ന ഭരണഘടനയാണ് രാജ്യത്ത് ഉള്ളതെന്നായിരുന്നു സജി ചെറിയാൻ്റെ വിവാദ പരാമർശം. എന്നാൽ CPM എടുത്ത വിചിത്രമായ നിലപാട് കൊണ്ട് മാത്രം വീണ്ടും ഇദ്ദേഹം മന്ത്രിയായി എത്തി. പിന്നീടും വിവാദങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. സംസ്ഥാനത്ത് മരണസംഖ്യ കുറയുന്നത് പെൻഷൻ ബാധ്യത കൂട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ പറ്റുന്ന കേരളത്തിൽ മരണനിരക്ക് വളരെ കുറവാണെന്ന് ആലപ്പുഴയിൽ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വെച്ചാണ് സജി ചെറിയാൻ പറഞ്ഞത്. പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ്. അതും ഒരു പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ്. അതായത് വയസ്സായ കുറേ പേർ മരിച്ചെങ്കിൽ സർക്കാരിന് പെൻഷൻ കാശ് ലാഭിക്കാമായിരുന്നു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. പിന്നീട് പുകവലി തെറ്റാണോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. ഞാനും പലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കാറുണ്ട്. MT വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കാറുണ്ട്. അതൊക്കെ കുറ്റമാണോ എന്നാണ് മന്ത്രി ചോദിച്ചത്. അത് കുറ്റമല്ല, പൊതുസ്ഥലത്ത് വെച്ച് പുകവലിക്കുന്നതാണ് കുറ്റമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാലും ആ വേദിയിൽ ഇരിക്കുന്ന പ്രതിഭാഹാരി MLA ഒന്ന് സൂചിപ്പിക്കാനാണ് സജി ചെറിയാൻ അന്ന് ആ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യെ വാഴ്ത്തിപ്പാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത്. ലോകമാകെ സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകാശം പരത്തുന്ന അമ്മ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളാണ് മാതൃഭാഷയായ മലയാളത്തിലൂടെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയതെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ഭാഷയെ വിസ്മരിക്കുന്നവർക്കുള്ള സന്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ഭാഷയുടെ മഹിമ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച അമ്മയെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ്. ഇത് കേവലം ഒരു ആദരമല്ല, ഇതൊരു സാംസ്കാരികമായ ഉണർവാണെന്നും സംസ്ഥാന മുഖ്യമന്ത്രി തൻ്റെ ആശംസയും ആദരവും ഇവിടെ അറിയിക്കുന്നു എന്നും സജി ചെറിയാൻ പറഞ്ഞു. മലയാള ഭാഷയെ അമൃതാനന്ദമായി ഉദ്ധരിച്ചത് എങ്ങനെയാണെന്ന് കൂടി മന്ത്രി പറഞ്ഞാൽ നന്നായിരുന്നു. ഇനി ഈ ചടങ്ങ് എന്തിനാണ് നടന്നത് എന്നുകൂടി നോക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മാതാ അമൃതാനന്ദമയി മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലിയാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. മലയാളം അല്ലാതെ വേറൊരു ഭാഷയും അറിയാത്ത അമൃതാനന്ദമയി UN എന്നല്ല എവിടെ പോയാലും മലയാളമേ പറയൂ. അത് മലയാള ഭാഷയോടുള്ള ബഹുമാനം കൊണ്ടല്ല, അന്യഭാഷകൾ അറിയാത്തത് കൊണ്ടാണ്. ആ സംഭവമാണ് രജത ജൂബിലിയായിട്ട് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഈ ചടങ്ങിൽ കോൺഗ്രസ് MLA മാരും ഉണ്ടായിരുന്നു. CR മഹേഷും ഉമാ തോമസും ഒക്കെ അമൃതാനന്ദമയെ വാനോളം പുകഴ്ത്തിയിരുന്നു. അവർക്ക് അതൊക്കെ ആകാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു നിലപാടും ഇല്ലാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് അവരൊക്കെ. എന്നാൽ മനുഷ്യ ദൈവങ്ങളെ, ആൾ ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇതൊക്കെ പറയുമ്പോൾ ചെറുതാകുന്നത് ആ ചെങ്കൊടിയാണ്. അതിനുവേണ്ടി ജീവൻ കൊടുത്ത ആയിരക്കണക്കിന് സഖാക്കളാണ്. അമൃതാനന്ദമയി എന്ന ആൾദൈവ വിമർശനങ്ങൾക്ക് അതീതയല്ല. അവരുടെ ആൾദൈവ പരിവേഷത്തെയും ആശ്രമത്തിൻ്റെയും അതിന് കീഴിലെ സ്ഥാപനങ്ങളുടെയും ഭക്തിയുടെ മറവിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളും ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്ന മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളുമെല്ലാം വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആശുപത്രികളിൽ മതിയായ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന നഴ്സുമാരും മറ്റ് ജീവനക്കാരുമെല്ലാം ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട്. സത്നാം സിംഗിൻ്റെ കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങളും അവരെ വിമർശിക്കാനുള്ള മതിയായ കാരണങ്ങൾ തന്നെയാണ്. എന്നാൽ ആ പരിധിയൊക്കെ കടന്ന് കടപ്പുറം സുധാമണി എന്ന പേര് വിളിച്ചവരാണ് SFIയും DYFIയും. പണ്ട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എതിർത്തുകൊണ്ട് ആശ്രമത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ വിദേശ വനിത ഗെയിൽ ട്രേഡ്വെല്ലിനെ വിദേശത്ത് പോയി അഭിമുഖം ചെയ്യാൻ തയ്യാറായ ആളാണ് കൈരളി TVയിലെ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം ഇന്ന് MP ആണ്. അവരൊക്കെ ഇനി വള്ളിക്കാവിലെ ആശ്രമത്തിൽ വന്ന് ക്യൂ നിൽക്കുമോ എന്നും കൂടി അറിയാനേ ഉള്ളൂ. 4 വോട്ടിന് വേണ്ടി ആരുടെയും കാലിനക്കുന്ന ഈ സമീപനം ഒരിക്കലും ഗുണം ചെയ്യില്ല. മറിച്ച് ഇരട്ടി ദോഷമാണ് അതുണ്ടാക്കുന്നത്. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന വാക്ക് പോരാട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു. മർദ്ദനങ്ങളും അധിക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുമൊക്കെ ഭയപ്പെടാതെ തന്നെ അക്കാലത്ത് 4-5 പേരുള്ള ചെറിയ സംഘങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തിയിട്ടുണ്ട്. പലയിടത്തും ചെങ്കൊടി ഉയർത്തിയിട്ടുണ്ട്. ആ പാർട്ടിയാണിപ്പോൾ സജി ചെറിയാനെ പോലുള്ള കപട സഖാക്കൾ ആൾദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഇന്നലകളിൽ ആർജിച്ചെടുത്ത എല്ലാ പുരോഗമന ആശയങ്ങളുടെയും അന്തസ്സത്ത തീർത്തും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് പുതിയ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മതപ്രീണനങ്ങൾ വളമാകുന്നത് കാവിക്കൊടി പിടിക്കുന്നവർക്ക് തന്നെയാണ്. കാരണം മൃദു ഹിന്ദുത്വയേക്കാൾ കൂടുതൽ ആളുകൾ എത്തിപ്പെടാൻ പോകുന്നത് തീവ്ര ഹിന്ദുത്വ എന്ന ആശയത്തിലേക്ക് തന്നെയാണ്.